അവസാനവും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഈ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം അതന്നെയാണ് പോലീസ് ചുമത്തിക്കുന്നത്. ഈ ഷിംജിതയ്ക്ക് വരാനിരിക്കുന്നത് 10 വർഷം വരെ തടവ്, 1 കോടി രൂപ നഷ്ടപരിഹാരം, അതേമാതിരി വല്ല സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക തുടങ്ങിയതാണ് ഷിംജിതയ്ക്ക് ഇനി വരാനിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദീപക് എന്ന സഹോദരൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ആരെ കൊണ്ട് ആത്മഹത്യ ചെയ്തു? ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ ഒരു ഷിംജിത എന്ന സ്ത്രീ തനിക്ക് ഒരു അനുഭവം, ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതുണ്ടായപ്പോൾ അന്നേരം പ്രതികരിക്കാതെ, അന്നേരം നടപടിയുമായി മുന്നോട്ട് പോകാതെ അല്ലേ, പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ഫ്രണ്ടുകൾക്ക് മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ അങ്ങോട്ട് മാനം കെടുത്തി. ആകെ മാനം കെട്ടുപോയി അല്ലേ. ചുരുക്കി പറഞ്ഞാലേ അത് സഹിച്ച് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ ദീപക് എന്ന സഹോദരന് സ്വയം ആത്മഹത്യ ചെയ്തത് അല്ലേ. അപ്പൊ ആരെ കൊണ്ട് ആത്മഹത്യ ദീപക് ചെയ്തു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ ഷിംജിത എന്ന സ്ത്രീയെ കൊണ്ടാണ്. ഇങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സംഗതി ആർക്കെങ്കിലും വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? അന്നേരം പ്രതികരിക്കണം, അന്നേരം അത് നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പൊ ഇനിയെങ്കിലും ഷിംജിതയെ പോലെയുള്ള ഓരോ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സമൂഹത്തിന് മുന്നിൽ ആളെ മാനം കെട്ടിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ വന്നാൽ നിങ്ങളെ പിടിക്കപ്പെടും, നിങ്ങളെ ശിക്ഷിക്കപ്പെടും. സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾക്കെതിരെ നിൽക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, കുറച്ചു കാലം മുന്നൊക്കെ ഈ സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിനി, നിയമം അത് മാറി. ഇന്ന് ആരാണോ തെറ്റ് ചെയ്തത് അവനെ പിടിക്കപ്പെടും, അവനെ ശിക്ഷിക്കപ്പെടും. അവനെ ശിക്ഷിക്കപ്പെടുന്നവരെ എല്ലാവരും എതിർത്തുകൊണ്ടിരിക്കും. അതാണ് ഈ കാലഘട്ടം. നിയമം, പോലീസ്, കോടതിയൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വെറുതെ ഉള്ളതാന്ന് ആരും ചിന്തിക്കാൻ നിൽക്കരുത് അല്ലേ. ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വിട്ടപ്പോൾ അത് അന്നേരം വൈറലാവാൻ വേണ്ടിയിട്ട് അല്ലേ, സമൂഹത്തിന് മുന്നിൽ ചെറിയ കഥകളൊക്കെ ഉണ്ടാക്കി ഒരു വിജയവും ഉണ്ടാവില്ല, താൽക്കാലിക വിജയം മാത്രം. മനസ്സിലായില്ലേ? ഇത് മേലോട്ട് പോകുമ്പോൾ നിയമപരമായിട്ട് അവസാനം കോടതിയുണ്ട്. തെളിവുകൾ കോടതി സംസാരിക്കും. കോടതിയിൽ തെളിവുകളായിരിക്കും നമുക്ക് അനുകൂലമായി സംസാരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും ദീപക് എന്ന കുടുംബത്തിന് നീതി ലഭിക്കണം. ഏതായാലും ഇതൊക്കെ ഷിംജിതയ്ക്ക് വരാനുള്ളതാ. 10 വർഷം തടവ്, 1 കോടി രൂപ വരെ നഷ്ടപരിഹാരമായി കുടുംബത്തിൽ നിന്ന് പിടിച്ചെടുക്കും. വല്ല സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കും. ഏതായാലും ദീപകിന്റെ കുടുംബത്തിന് ദീപക് പോയി, ഇനി അവർക്ക് നീതിയെങ്കിലും ലഭിക്കണം. അതിൻ്റെ ഇടയിൽ ഈ ഷിംജിത എന്ന പെണ്ണ് പേടിച്ചുകൊണ്ട് ദുബായിലേക്ക് പറന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. ഏതായാലും പിടിക്കപ്പെട്ടിട്ടില്ല, പിടിക്കപ്പെടും. അപ്പോൾ ഇനിയെങ്കിലും ഷിംജിതയെ പോലെയുള്ള ആളുകൾക്ക് അല്ലേ, വല്ലതും മോശമായ പ്രവൃത്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്നേരം നടപടിയുമായി മുന്നോട്ട് പോവുക, അന്നേരം എതിർക്കുക. അല്ലാതെ ആളുകൾക്ക് ഇടയിൽ മാനം കെടുത്തിയിട്ട് ഇതുപോലത്തെ വല്ല പ്രവൃത്തികളും ആരെങ്കിലും ചെയ്തു പോയാൽ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെ ആയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നത്. എല്ലാവരുടെയും മുന്നിൽ ദീപകിനെ വല്ലാതെ കെട്ട് മാനം കെടുത്തിപ്പോ അത് താങ്ങാൻ കഴിയാതെയാണ് ദീപക് എന്ന ആ പാവ സഹോദരൻ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ആരാ ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാരി? ഇവള് ഷിംജിത എന്ന സ്ത്രീ തന്നെയാണ്. അപ്പൊ ഏതായാലും ഷിംജിതക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ വന്നത് വളരെ സന്തോഷമായി. ഇനി പിടിക്കപ്പെടട്ടെ അല്ലേ, എന്താണോ ശിക്ഷ അത് ഏറ്റുവാങ്ങട്ടെ. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ദീപകിന്റെ കൂടെ നിന്നപ്പോൾ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ദീപകിന്റെ കുടുംബത്തിന്റെ കൂടെ നിന്നപ്പോൾ അതിനുള്ള ഓരോ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും പോലീസ് കേസെടുത്തു. 10 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുണ്ട്. 1 കോടി രൂപ വരെ കുടുംബത്തിൽ നിന്ന് നഷ്ടപരിഹാരമായി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. വല്ല സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അതിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും കാത്തിരുന്ന മാതിരി നല്ല തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.